നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ ഈ വീടാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഇത്രയും വരെയാണ് നമ്മൾ എത്തിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ജനല അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. നമുക്ക് മെഷ് കിട്ടും, മെഷ് കൊണ്ടുവയ്ക്കാം. പിന്നെ എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് അതിലൊരു ജനലയുടെ ഒരു പിക്ചർ ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമുക്കൊരു ചെറിയൊരു പ്രൊഫഷണൽ ലുക്ക് വേണമല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീടിൻ്റെ ഒരു ജനല അങ്ങനെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വരച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജനല വയ്ക്കുന്നത്. എളുപ്പവഴി പല വഴിയുണ്ട്. നമ്മൾ എളുപ്പവഴി അല്ലാണ്ട് ഒരുവിധം വലിയ കാര്യമായിട്ടില്ല, ഒരുവിധം പ്രൊഫഷണൽ ടച്ചോടുകൂടി നമുക്ക് ചെയ്യാം നമ്മൾ വിചാരിക്കണം. എല്ലാവർക്കും 1 to സെറ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ജനൽ വയ്ക്കാൻ പോകാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ നമ്മളിവിടെ ഒരു ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. അവിടെ എസ്സാണ് നമ്മുടെ സ്നാപ്പിൻ്റെ ഈ ഒരു ഇതിൻ്റെ എസ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീബോർഡിൽ എസ് ഞെക്കി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും എസ്സാണ്. എസ് ഞെക്കിയിട്ട് നമ്മളിവിടെ ഒരു ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുന്നു. ഈ റെക്റ്റാങ്കിൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമ്മൾ ഓൾട്ട് ക്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ റെക്റ്റാങ്കിൾ മാത്രമായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തെത്തും. എന്നിട്ട് നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഇല്ല നമുക്ക് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വലിയ അളവുകളും കാര്യങ്ങളും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് നമുക്ക് എഡിറ്റ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ അളവുകളുടെ കാര്യങ്ങൾ ഓഫ് സെറ്റ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ ഇത് ലൈനാക്കണം, ലൈനിൽ വരച്ച പോലെ ആക്കണം. അപ്പോൾ നമ്മൾ റൈറ്റ് ബട്ടൺ ഞെക്കിയതിന് ശേഷം കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ അടിക്കാം. കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. ലൈനുകളും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലൈനിൽ ചെയ്യണം. അല്ല ബോക്സുകളും കാര്യങ്ങളും അങ്ങനെയുള്ള റൗണ്ട് ഷേപ്പുകളാണെന്നുണ്ടെങ്കിൽ പോളികളിൽ ചെയ്യണം. എന്നാലും എഡിറ്റിങ് പറ്റത്തുള്ളൂ. ഷേപ്പുകൾ ഞെക്കിയതിന് ശേഷം നമ്മൾ മൂന്ന് കീബോർഡിൽ 3 അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഇവിടെ ഓഫ് സെറ്റ് കൊടുക്കാം. ഓഫ് സെറ്റ് നമ്മൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലൈനാണ്. ഔട്ട്ലൈൻ ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് ഒരു 6 സെൻറ്റിമീറ്റർ നമ്മുടെ ഇതിൻ്റെ നമ്മുടെ കട്ട്ല ഉണ്ടാവുമല്ലോ ജനലയുടെ, അതാണ് നമ്മളിവിടെ കൊടുക്കണം. 6 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം. നമ്മളിവിടെ കട്ട്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു 3 പാളി ജനലയാണ്. 3 പാളി ജനലയ്ക്ക് 3 പാളി ജനലയുടെ 3 പാർട്ടീഷനായിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഉള്ളിലെ ഏരിയ നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് 3 പാളി ജനല ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്രയുണ്ടെന്നുള്ളതിന് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിളോ ബോക്സ് വെച്ച് അളവെടുക്കണം. വേറെ മെഷർമെൻറ്റ് ടൂൾസ് കാര്യങ്ങൾ നമുക്കൊരു 138 അതിൻ്റെ അകത്ത് ഉള്ളേരിയ എന്ന് പറഞ്ഞ് കിട്ടിയത്. നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. അപ്പോൾ 138 അതിൻ്റെ ഉള്ളേരിയ എന്ന് പറഞ്ഞാൽ ഈ 138 നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 2 കട്ട്ലയും കൂടി വരും. 3 പാളി ജനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കട്ട്ലയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 സെൻറ്റിമീറ്റർ -6 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ 126 സെൻറ്റിമീറ്ററാണ് മൊത്തം ഇതിൻ്റെ ഉള്ളേരിയ. അതിനെ 3 ഡിവൈഡ് ചെയ്യണം. അതാണ് 3. അപ്പോൾ ഒരു ജനലയുടെ വീതി നമുക്ക് 42 സെൻറ്റിമീറ്ററാണ് ഒരു ജനലയുടെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു 42 സെൻറ്റിമീറ്റർ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ 42 സെൻറ്റിമീറ്റർ എടുത്തൊരു 42 സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജനലയുടെ ഉള്ളിൻ്റെ വീതിയായി. അതവിടെ ഇരിക്കട്ടെ, അതവിടെ കൊണ്ടുവയ്ക്കുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്തും കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു കോപ്പിയും കൂടി കൊണ്ടുവച്ചിട്ട് സെൻറ്റർ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കേണ്ട അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു കോപ്പി കൂടി ഷിഫ്റ്റ് ആക്കിയിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി വരും. ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്, ഏത് കട്ട്ലയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ടകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നമ്മളൊരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കട്ട്ലകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണം. 1 2 3 കട്ട്ല സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യണം. നമ്മൾ ഈ എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് കൊടുത്തിട്ട് അതിൻ്റെ എമൗണ്ട് നമ്മളൊരു 6 സെൻറ്റിമീറ്റർ അങ്ങനെ കൊടുക്കാം ഉള്ളിലേക്ക്. അപ്പോൾ നമ്മളിവിടെ കട്ട്ല ഏതാണ്ട് നമ്മുടെ കട്ട്ല റെഡി ആയിട്ടുണ്ട്. വീടിൻ്റെ കട്ട്ല ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ജനല വയ്ക്കാനായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു റെക്റ്റാങ്കിൾ കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ജനല വയ്ക്കണം. നമ്മൾ അപ്പോൾ ആ റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം
അതൊരു ഓഫ്സെറ്റ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൺവേർട്ട് വെട്ടിപ്പ് സ്പ്രൈന് കൊടുക്കുക, ഓഫ്സെറ്റ് ചെയ്യാം. 3 അടിച്ചതിന് ശേഷം ഉള്ളിലേക്കൊരു 3 സെൻറ്റിമീറ്റർ, നമുക്ക് ഉള്ളിലേക്ക് എത്ര സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ കൊടുക്കാം. നമുക്ക് ഉള്ളിലേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ കൊടുത്ത് ജനലേ എക്സ് കൊടുത്ത് കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ ജനലയുടെ ഉള്ളായി ഇതിലേക്ക് ഒരു തുള്ളി എടുത്ത് കുറച്ചങ്ങോട്ട് കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് കയറ്റി വയ്ക്കുകയാണെങ്കിൽ ജനലയുടെ വരാൻ കറക്റ്റ് ഒരു വിചാരിക ഒരു മട്ടായിട്ടുണ്ട്, നമുക്കൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഗ്രൂസ് കാര്യങ്ങൾ ഇടണം വയ്ക്കാം. അപ്പോൾ ഗ്രൂസ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോക്സ് വരച്ച് കൊടുക്കുക. ബോക്സോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാനനുസരിച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ബോക്സിൻ്റെ അളവ് നമ്മളൊരു 2 സെൻറ്റിമീറ്റർ ആണ് കൊടുത്താൽ മതി. 2 സെൻറ്റിമീറ്റർ കൊടുക്കാം. അതൊരെണ്ണം മുകളിലേക്ക് കയറ്റി വയ്ക്കുക, ഒരെണ്ണം മടിയിലേക്ക് കയറ്റി വയ്ക്കുക. ഏകദേശം ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഇതൊരു 3 എണ്ണം സെലക്ട് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും പീസിലേക്ക് നമുക്ക് കൊണ്ടുവയ്ക്കാം. നമുക്ക് അപ്പോൾ നമ്മൾ ജനലിലൂടെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ഒരു ജസ്റ്റ് ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഭംഗിയായിട്ട് അവിടെ കിടക്കും. ഇപ്പോൾ ഒരു ജനലയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ്. ബ്രൗൺ ഇതിലിപ്പോൾ ഇല്ലാതുകൊണ്ട് ഗ്രേ കളർ എങ്ങനെ നമുക്ക് കൊടുക്കാം. ഗ്രേയോ റെഡോ ഗ്രേ കളർ കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ഇതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാലേ വ്യത്യാസം വരില്ല. ഗ്രൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പ് അതിലൂടെ കിടന്നോളും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ജനല ഇവിടെ കറക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കേണ്ട, പുറത്തേക്ക് ചാടി നിൽക്കുക. ഇതിൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കുക. നമ്മുടെ വീടിൻ്റെ ജനല ഇവിടെ ആയിട്ടുണ്ട്. ഈ ജനൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഇവിടെ 2 പാളി ജനൽ വെച്ച് കൊടുക്കാം, 3 പാളി ജനൽ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെറുതെ ജസ്റ്റ് ഷിഫ്റ്റിനേക്ക് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം കോപ്പി അടിക്കുക, സ്നാപ്പ് ഓൺ ചെയ്തിട്ട് കറക്റ്റ് എവിടെ വയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ 2 സൈഡിൽ ജനൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 പാളി ജനൽ അവിടെ കൊണ്ട് വയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അതിന് ശേഷം ഇത് കോപ്പി ചെയ്തു. ഇത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിൻ്റെ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തോന്നിയ പോലെ അളവിനാണ് പോകാം. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അളവ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇവിടെ റൈറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 45 അടിച്ച് 45 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 90 അടിക്കും. ഇപ്പോൾ നമ്മളിവിടെ 90 അടിക്കാൻ പോകണം. 90 സെൻറ്റിമീറ്റർ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കാം. അതിന് ശേഷം ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് W അടിച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ വരും. അതിനുശേഷം ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജനൽ അവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം ഇവിടെ ഒരു തെറ്റുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെൻറ്റിലേഷനാണ്. അപ്പോൾ ഇത്ര ഹൈറ്റ് വേണ്ട. അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കിച്ചൺ വിൻഡോ ആണ്. ഇതിനും ഹൈറ്റ് വേണ്ട. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ അതിനോട് ഒരു ബോക്സ് വെച്ച് വരച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഇവിടെ വെൻറ്റിലേഷൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 40 സെൻറ്റിമീറ്റർ കൊടുക്കണം. ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ട് മൂടിപ്പോയി ഒരു നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഹൈറ്റ് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 210 കിടക്കണം. ജസ്റ്റ് കാൽക്കുലേറ്റർ ഓൺ ചെയ്യുക. 210 മൈനസ് 40 സെൻറ്റിമീറ്റർ കൊടുക്കുമ്പോൾ 170 കൊണ്ടുവയ്ക്കണം. 170 കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു 170 കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇതിന് ഹൈറ്റ് ഇങ്ങനെ താഴ്ത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 150 മൈനസ് 40 എന്ന് പറയുമ്പോൾ 110. പിന്നെ ഹൈറ്റ് കുറച്ച് കൊടുക്കാം. 110 കൊടുക്കാം. 150 ഒരു 110 കൊടുക്കാം. മൈനസ് 110. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ കൊടുത്ത് വൈറ്റ് കളറ്
കളർ കൊടുക്കാം. അതിന് നമ്മൾ വേറെ ഏതാ കളർ കൊടുത്താണല്ലേ, ഈ ഒരു കളറാണ് നമ്മൾ കൊടുത്തത്. ഏത് കളർ? ഈ ഒരു കളറാണ് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ ഈ കളറിന് നമുക്ക് ജസ്റ്റ് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കാവുന്ന കാര്യങ്ങൾ കേട്ടോ. അതിനുശേഷം എത്തിയിട്ട് ഹൈറ്റ് നമ്മളൊരു 100 സെൻറ്റിമീറ്റർ താഴത്തേക്ക് അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ രണ്ട് പാട് ജനലുകാരാണ്. അപ്പോൾ 100 സെൻറ്റിമീറ്ററാണ് കിച്ചൺ വിൻഡോയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങനെ കലക്ട് ചെയ്ത് വെച്ചു. ജസ്റ്റ് കട്ട് ഓൺ ചെയ്തു. 210 മൈനസ് 100 110 110 മതി. 110 കൊണ്ട് വെച്ചാൽ 110 മൈനസ് 60 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമുക്കൊരു 50 സെൻറ്റിമീറ്റർ കൊടുക്കാം. എന്നിട്ട് ഇത് W അടിച്ചുള്ള സെലക്ഷൻ വന്നിട്ട് 110 കൊണ്ട് വയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് കളർ കൊടുക്കണം. ഈ ഒരു കളർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ജനലിൽ ഇവിടെ കിച്ചൺ വിൻഡോയും വന്ന് അതുപോലെ തന്നെ ഇവിടെ ഒരു കിച്ചൺ വിൻഡോയും ചെയ്യാം, വെൻറ്റിലേഷനും ചെയ്യാം കേട്ടോ. നമ്മൾ അതുപോലെ ഇവിടെ ഒരു ഡോറ് ചെയ്യാനുണ്ട്. ഡോറ് ഇതേപോലെ തന്നെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഡോറ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിച്ചൺ വിൻഡോ, ഇവിടെ വെൻറ്റിലേഷൻ നമുക്ക് ചെയ്തെടുക്കാം.